ഹലോ ഗേഴ്സ്, അപ്പൊ ഞാനാണ് നിങ്ങളുടെ ശാലിനി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്ക് മീ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ പേര് ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് ഞാൻ പറയുന്നത് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറിയിൽ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ എനിക്ക് ഈ സംസാരിക്കുമ്പോൾ കുറേ തവണ ഈ ടോന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് ക്ഷമിക്കുക കേട്ടോ എല്ലാവരും, അതെന്റെ സംസാരിക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വായിക്കാം. കുറേ പേര് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പേര് പറയരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചു പോവാം കേട്ടോ. അപ്പം ആരുടെയെങ്കിലും വായിക്കാത്ത ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം. അപ്പം ആദ്യം തന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫോളോവറാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചിയുടെ പ്ലേസ് എവിടെയാണ്? എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് പാലക്കാടാണ്. പിന്നെ ഇടയ്ക്ക് ഈ ഹൈലൈറ്റ്സിലൊക്കെ ഈ കോഴിക്കോടും വേറെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ ട്രിപ്പ് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാലം ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. എൻ്റെ ആഫ്റ്റർ മാരേജ് ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ കോഴിക്കോടുള്ള സ്റ്റാറ്റസും കാര്യങ്ങളും കേട്ടോ. നിക് നെയിം എന്താണ്? അപ്പോൾ ഒരു യൂസർ ചോദിച്ചിട്ടുള്ളതാണ് എൻ്റെ നിക് നെയിം. എനിക്ക് ഒരുപാട് നിക് നെയിമാണ് ഉള്ളത്, എല്ലാവരും എനിക്ക് കുറേ പേരുകളുണ്ട്. അപ്പം എൻ്റെ പേര് പറയുന്നത് ശാലിനി എന്നാണെങ്കിലും കുറേ പേർക്കൊക്കെ അതറിയില്ല. കുറേ പേർക്ക് ഷാലു എന്നാണ് അറിയുക, കുറേ എൻ്റെ ഫാമിലീസിലൊക്കെ. പിന്നെ എന്നെ ചക്കര എന്ന് വിളിക്കാറുണ്ട്. പിന്നെ എൻ്റെ അമ്മയും അപ്പവും വിളിക്കുന്നത് വാവച്ചീന്നാണ്. പിന്നെ കുറേ പേര് പൊടിക്കുപ്പി എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ കുറേ നെയിംസ് ഉള്ളത് കൊണ്ട് എല്ലാം ഒന്നും ഇതിൽ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അത് നല്ല നൈസിൽ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ശോഭാൻഡിയാണ് ചോദിച്ചിരിക്കുന്നത്, നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാ മോളെ? അപ്പം ഞങ്ങൾ ലാസ്റ്റ് മൂന്നാറിലോട്ടാണ് പോയത്. അത് അപ്പുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സർപ്രൈസ് കൊടുത്തായിരുന്നു. ഇനി അടുത്ത ട്രിപ്പ് ഞങ്ങൾ അങ്ങനെ കറൻ്റ്ലി പ്ലാനിങ് ഒന്നുമില്ല, ഞങ്ങൾ എപ്പോഴും പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നുമല്ല. അപ്പോൾ സഡൻലി പെട്ടെന്ന് ട്രിപ്പ് പോവാന്ന് പറയും, അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും, അങ്ങനെ പോവുകയാണ് ചെയ്യാറ് സാധാരണ. അപ്പം അടുത്തത് അങ്ങനെ ഇല്ല. പക്ഷെ 2 സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. താജ്മഹൽ ഒന്ന് കാണണമെന്നുണ്ട്, പിന്നെ ഒന്നുകൂടെ ഒന്ന് അഡ്വഞ്ചർ ആയിട്ടൊന്ന് ബാംഗ്ലൂർ പോകണമെന്നുണ്ട്. അപ്പം ഇത് അപ്പുവാണ് പറഞ്ഞത്. അപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അഖില, ലവ് സ്റ്റോറി പറയൂ ചേച്ചി. അപ്പോൾ എൻ്റെ ലവ് സ്റ്റോറി പറയാൻ വേണ്ടി കുറേ പേര് എൻ്റെ കയ്യിൽ പറയുന്നുണ്ട്. അപ്പോൾ ലവ് സ്റ്റോറീൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ലവ് സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു വലിയ കഥയാണ്. അത് ഇതിൽ ചുരുക്കി പറഞ്ഞെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അത്രയും വലിയ കഥയാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുക ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കഥയാണ് കേട്ടോ. അടുത്തത് കുട്ടി മാരേജ് കഴിഞ്ഞതാണോ? ഒരു യൂസർ ചോദിച്ചാണ്. ചേട്ടാ, എൻ്റെ മാരേജ് കഴിഞ്ഞു, പെട്ടെന്നായിപ്പോയി. എൻ്റെ ഏതൊരു ഫാനാണെന്ന് തോന്നുന്നു. എൻ്റെ മാരേജ് കഴിഞ്ഞതിൽ ചേട്ടന് വിഷമം ഉണ്ടെന്ന് അറിയാം. കുഴപ്പമില്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അടുത്തത് എൻ്റെ ഒരു പാട്ട് പാടാൻ അറിയോ? പേരെന്താണ് അറിയില്ല. പാട്ട് പാടാൻ അറിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു യൂസർ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം പാട്ട് പാടാൻ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ബാത്റൂം സിംഗറാണ്. ബാത്റൂമിൽ നന്നായിട്ട് ഞാൻ പാട്ട് പാടാറുണ്ട്. ബാത്റൂമിൽ ഞാൻ കേസ് ചിത്രയാണ്, ശ്രേയാ ഘോഷലാണ്, എല്ലാവരും ആണ് ഞാൻ. പക്ഷെ എനിക്ക് സത്യസന്ധമായിട്ട് പറയണേ, ഞാൻ പാട്ട് പാടുമ്പോഴേക്ക് ലിറിക്സ് തെറ്റാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. അടുത്തത് നിങ്ങളുടെ പ്രണയ കഥ ചെറുതായിട്ട് പറയാമോ? ഇതെൻ്റെ ഒരു കസിനാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ലവ് സ്റ്റോറി പറയുന്നതുകൊണ്ട് പറയാണ്, ലവ് സ്റ്റോറി ഞാൻ എന്തായാലും ഞാൻ ചെയ്യും. ഓരോ വീഡിയോ ആയിട്ട് ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഒരു വിശ്വാസമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. യൂട്യൂബിൽ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണോ? ഒരു യൂസർ ചോദിച്ചതാണ്. ചേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് തന്നെ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ കണ്ടന്റ് ഒന്നാമത് ഇല്ല. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെയൊക്കെ എണ്ണമൊക്കെ വളരെ കുറവാണ്, 1.7 സംതിങ്ങോ മറ്റിയാണ് ഉള്ളത്. അപ്പൊ കണ്ടന്റും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ QA ഇട്ടത് തന്നെ. അപ്പൊ ചേട്ടന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചേട്ടനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാ ശാലി എപ്പോ ബേബി പ്ലാൻ? ഇതെൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചാണ്, നിഹല മെഹസിൻ നിക്കു. കുട്ടി എൻ്റെ കുറേ കാലത്തുള്ള നല്ലൊരു ഫ്രണ്ടാണ്. മേഴ്സി കോളേജിൽ പഠിക്കുന്ന സമയം മുതലുള്ള നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ പരസ്പരം അവളെ ലൂസ് കിണി എന്നാണ് വിളിക്കുക. ബേബി പ്ലാൻ ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ല, എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും തോന്നുന്നു. ഞാനിപ്പോൾ ഒരു ബേബിയാണ്, ഞാനൊന്ന് ഇത്തിരി മെച്ചോർഡായി, ഞാനൊന്ന് കുറച്ച് വിവരം വെക്കട്ടെ, എന്നിട്ട് ഞാൻ ബേബി പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ യൂട്യൂബ് ചാനലിന് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? ഇറ്റ്സ് മീ കീർത്തു 27. ഇത് എൻ്റെ അപ്പുവിൻ്റെ ഒരു ഫ്രണ്ടാണ് കീർത്തി എന്ന് പറയുന്നത്. 1.7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നീയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഹസ്സിനെ കണ്ടിട്ടില്ലല്ലോ. ഹസ്സാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഹസ്സിനെ നമുക്ക്
എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനിയൊക്കെ അടുത്തുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഹസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് ഉണ്ടാവും. ഇപ്പൊ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ എന്തായാലും ഹസിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അടുത്ത ആള് ചോദിച്ചിരിക്കുന്നത് ലവ് സ്റ്റോറി തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറെ ഇതിൽ ലവ് സ്റ്റോറി ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇടയിൽ കൂടെ ഇങ്ങനെ ലവ് സ്റ്റോറി പറയാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങള് ചൈൽഡ്ഹുഡ് മുതലുള്ള ലവ് സ്റ്റോറി ഒന്നും അല്ല, സഡൻലി വന്നൊരു ലവ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അപ്പുവിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പു വായ, ഇതാണ് എൻ്റെ അപ്പു. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ഞങ്ങളുടെ ലവ് സ്റ്റോറി ഞങ്ങൾ പറയില്ലേ. അപ്പൊ ഞങ്ങൾ ആ ലവ് സ്റ്റോറിയിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്നിപ്പോൾ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.